കൊണ്ടു നടക്കുന്നവർക്ക് മാത്രം സാധിക്കുന്ന കാര്യം. തീർച്ചയായും അത്തരം ഒരു വലിയ മാർഗത്തെ സ്വീകരിച്ച് ഇവരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നിറഞ്ഞ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടും ഇവരുടെ ഈ വലിയ പ്രവൃത്തി ഇവരുടെ എല്ലാവരുടെയും നിർവാഹമായി ഫ്ലാഗ് ഓഫ് ചെയ്തതായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ഗോപ്രോണ്ട് കുറച്ച് ആൾക്കാർ ഫോൺ ചെയ്തിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ ഇത് ഇവരെ നമ്മൾ മെയിൽ വന്നതാണ്. നമ്മളെ അടിയാൻ തന്നെ എന്താ പറയാനുള്ളത് ഹാപ്പി ജേണി അടിച്ചു പൊളിച്ചിട്ട് പോവാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ എന്താണ് മാസ്കെല്ലാം മാറ്റോ ഹാപ്പി ജേണി. ഓ ഇത് പാവന്നൂർക്കടവിലെ പാവന്നൂർ മുട്ട ഇറങ്ങിയ പാടുള്ള പാടാ ഇത്. നല്ല എന്താ ഇവിടെ റോഡിൻ്റെ പണിയടക്കുകയാണ്. നല്ല റോഡെല്ലാം ഹൈറ്റ് ആക്കിയിട്ട് ഇവിടെ എപ്പം വെള്ളം കയറുന്ന സ്ഥലമാണ്. ചെറിയൊരു മഴ പെയ്താലും വെള്ളം കയറും അല്ല ഇവിടെ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്കൊന്ന് പിടിച്ച ഒരാള് എനിക്ക് നല്ല ചാനൽ എടാ എൻ്റെ ചാനലിൻ്റെ പേര് പറയുക എമ്മനിക്കൽ ബ്ലോഗ്. ഞാൻ വീഡിയോൻ്റെ അടിയിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും കയറി ഒന്ന് ചെയ്യാൻ. നല്ല വീഡിയോസ് എല്ലാം ഉണ്ട്. കുറേ ആൾക്കാരെ എന്താണ് കുറേ നടന്മാരെയും കാണുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ. മച്ചാൻ നമ്മളെ സ്വന്തം നാട്ടുകാരനാണ്. കിടിലം വീഡിയോസ് ഒക്കെയാണ് എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം ഒരു 1.5 മണിക്കൂർ അല്ലേ. നമ്മൾ വഴിയിൽ നമ്മളൊരു സുഹൃത്ത് കാണാൻ വന്നിരുന്നു. വന്നിരുന്നു. ഒരു ചാനലിന്റെ ഒരു ഉണ്ടായിരുന്നു, മനോരമ ചാനലിന്റെ ഒരു വന്നിട്ടുണ്ടായി. അപ്പൊ അവര് ഒരു സന്തോഷം, അവരെ നല്ല സപ്പോർട്ടായിരുന്നു. സജീവാട്ടൻ വന്നു നമ്മളെ വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ യാത്ര കഴിക്കുന്നു. ഇപ്പോൾ ഇരുട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നല്ല പുറപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ഈബുൾ ജെറ്റിന്റെ വീട് വരെ ഒന്ന് പോകാൻ വിചാരിച്ചു. ഒന്ന് അവിടെ വരെ കയറിട്ട് പോലെ രാജാക്കന്മാരല്ലേ ഇപ്പൊ തീർച്ചയായിട്ടും ഒന്ന് അവിടെ വരെ കയറിട്ട് പോകാൻ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ സ്വന്തം വേൻ ലൈഫ് രാജാക്കന്മാരായ ഈബിൾ ജെറ്റിന്റെ വീട് വരെ ഒന്ന് കയറി ഇറങ്ങാന്ന് വെച്ച് ആരെങ്കിലും ഉണ്ടാന്ന് നോക്കാം. വീട് വരെ പോയി. ഓക്കെ സ്പേസ് ഒരു വലിയ സ്റ്റെപ്പുകളാണ് ഇവിടെ കയറാനുണ്ട്. ഇങ്ങനെ കയറി വരുമ്പോൾ അല്ല ഇതന്നെ വഴി. കയറി വീട്ടിലേക്ക് റോഡില്ലെന്നോ അല്ലടാ. റോഡ് ഉണ്ടാക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇത് അവരെ വീടാന്ന് തോന്നുന്നല്ലേ. പക്ഷേ ഇതാരും വീടാൻ തോന്നുന്നു. രണ്ട് സൈഡിലും മുള്ളിലേക്ക് കെട്ടി. എന്തായാലും ഒരു എന്ന് പറഞ്ഞാൽ പട്ടി എവിടെ ഉണ്ടല്ലേ. അമ്മച്ചേരി ഉണ്ട്. അരി നമ്മളെത്തിക്കണ, നമ്മൾ മുകളിലോട്ട് എത്തിക്കണ. സാധനം വാങ്ങാൻ പോയതാ.
സാറേ വണ്ടി വണ്ടി വെച്ചോട്ടെ ഞങ്ങൾ പോകാൻ നേരത്തെ എണ്ണ അടിക്കും ഞാൻ പറഞ്ഞാൽ മതി ഞങ്ങൾ പോകാൻ നേരത്തെ ഇവിടുന്ന് എണ്ണ അടിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് എണ്ണ അടിച്ചോളാം വെക്കട്ടെ അപ്പോൾ അവർ പറയും ഇന്ന സ്ഥലത്ത് വെച്ചോന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വെച്ച് കഴിയുമ്പോൾ അവരുടെ എല്ലാ കെയറും ഉണ്ടെന്ന് വെച്ചാൽ അവർ നമ്മളെ ശ്രദ്ധിക്കും. നമ്മളെല്ലാം ഇതുണ്ട്, നമുക്ക് നമ്മുടെ പ്രഭാത കാര്യങ്ങളെല്ലാം നടക്കും, എല്ലാ കാര്യവും. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരുമായിട്ട് ടച്ച് ചെയ്യാൻ പോകരുത് കേട്ടോ, അത് പ്രത്യേകം പറയുന്നു. അതുപോലെ മാസ്ക് അവിടെ ഒന്നും മാസ്ക് ഒന്നുമില്ല. നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ വെറും ഫ്രീ ആണ്. നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ മാസ്ക് വെക്കണം. മാസ്ക് വെച്ച് നല്ലോണം നമ്മൾ കെയർ ചെയ്യണം, എല്ലാവരും കെയർ ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ മലയാളികളുടെ പ്ലസ് പോയിന്റ്. നമുക്കൊന്നും ഇല്ലാതെ എൻ്റെ മക്കളൊക്കെ പോയിട്ട് വന്നിട്ട് ഇത്രയും ദിവസമായിട്ടൊന്നും ഒരു കുഴപ്പമില്ല. ഞാനും പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹിന്ദി അറിയാമോ? ആർക്കാ ഇംഗ്ലീഷ് അറിയാം? ഓക്കെ, അപ്പം പിന്നെ വേറെ ഒരു പ്രോബ്ലം നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഹിന്ദിയൊക്കെ അറിയാമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ തെലുങ്കാന വരെ നമുക്ക് ഏകദേശം മലയാളമൊക്കെ കുറച്ചൊക്കെ ഇതറിയാം. അപ്പോൾ നമ്മൾ ഇരുട്ടി കഴിഞ്ഞു മാക്കൂട്ടം ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമെന്ന്. നമ്മൾ നേരെ മൈസൂരേക്കാണ്, ഗോണിക്കുപ്പ വഴി പെരുമ്പാടി നേരെ ഗോണിക്കുപ്പ വഴി അങ്ങോട്ട് പോകും, മൈസൂരേക്ക് പിടിക്കുമെന്ന്. അപ്പോൾ അവസാനമായി മാഴിക്കോട്ട ഇരുട്ടിൻ്റെ അവിടുന്ന് ഒരു ചോറ് തന്നു, ഉച്ചയായിരുന്നു. നാട്ടിൽ അങ്ങനെ നമ്മൾ മാക്കൂട്ടൻ ചൂരം കയറി പോവുകയാണല്ലോ. അങ്ങനെ ഞാൻ ഡ്രൈവിങ് ബിജുവിന് കൈമാറി. മാക്കൂട്ടം ചുരം കയറി ഇങ്ങനെ പോകുമ്പോൾ ഓൻ ആ തണുപ്പെല്ലാം ആസ്വദിച്ചിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ലേ, എനക്കെന്തോ എന്നോടൊരു അസൂയ. ഓനിക്ക് ഡ്രൈവിങ് കൈമാറി, അതിൻ്റെ സുഖോനും കൂടി അറിയട്ടെ ആ ഡ്രൈവ് ചെയ്യണ്ട. ആ വളവിങ്ങനെ വളച്ച് നല്ലൊരു കായല്, അയ്യോ നല്ലൊരു കായല്. പിന്നീടല്ലോ ഞാൻ ഈ റോഡിൽ ഇഷ്ടം പോലെ വണ്ടി വിട്ടു. എന്റെ വൈഫിന്റെ കവിന്റെ വീട് കർണാടകത്തിലാണല്ലോ. ഓളെ വീട്ടിലേക്ക് വരുമ്പോൾ ഓടുന്ന റോഡായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങോട്ട് എപ്പോഴും വരാൻ ഇഷ്ടമാണ്. ഇങ്ങോട്ട് വരുമ്പോ അപ്പോഴൊക്കെ കവിനെ മിസ് ചെയ്യും, ആ പ്രശ്നം. അച്ഛാ എന്നാ കവിനെ കൂട്ടിട്ട് വന്നോ? കൂട്ടൂടാ, ഇത് ആദ്യത്തെ ട്രിപ്പല്ലേ, ഇനി അടുത്ത പ്രാവശ്യം മുതൽ വരുമ്പോൾ കൂട്ടും. ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞോട് നമ്മൾ നേപ്പാൾ ട്രിപ്പ് ഉണ്ടല്ലോ, ഓൾ ദ ബെസ്റ്റ്. സമയത്തോളം കൂടെ ആയിക്കോട്ടെ. ശരിക്കും പറഞ്ഞാടാ നമ്മളെ കൂർഗ് കഫേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായി. അപ്പൊ തന്നെ ഉണ്ടായി ഫാസ്റ്റ് ഫുഡ് ആണ്. തന്നെ ഫുഡ് നല്ല ഭക്ഷണമാണ്, നല്ല റേറ്റുമാണ്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നല്ല ഫുഡ് ആകുമ്പോൾ പിന്നെ 5 സ്റ്റാർ ഹോട്ടലെല്ലാം അതിൻ്റെതായിട്ടുള്ള റേറ്റ്. അങ്ങനെ നമ്മള് പെരുമ്പാടിയിൽ നിന്ന് നേരെ തെറ്റു വന്ന് ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങോട്ടേക്ക് മൈസൂർ റോഡിലേക്ക്, അങ്ങോട്ടേക്കാണ് മടിക്കേരി റോഡ്. നമ്മളിത് ഗോണിക്കുപ്പ മൈസൂരേക്ക് പോകുന്ന റോഡിലേക്ക് തെറ്റിയിരിക്കുകയാണ്. ഇനി അങ്ങനത്തോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കർണാടകത്തിൽ കയറി തണുപ്പ് നമുക്ക് ഫീൽ ചെയ്തു തുടങ്ങി. കർണാടകം കേരളത്തിൽ നിന്ന് എത്രയോ ഹൈറ്റിലാണ് കിടക്കുന്നത്. അതാണ് ആ മാക്കൂട്ടം ചതയെല്ലാം കയറി എത്തുമ്പോഴേക്കുള്ള ആ തണുപ്പ്. പൊടി റോഡ് പണി എല്ലാവരും നടക്കുന്നു. ഗോണിക്കുപ്പ കഴിഞ്ഞു, പിന്നെ പൊന്നാമ്പേട്ട, അങ്ങനെ നേരെ മൈസൂരേക്ക്. അതായത് ഇത് വിജനമായ അല്ലേ, 2 സൈഡിലും കാണല്ലേ, പക്ഷേ 2 സൈഡിൽ കാണാണ്. ഇപ്പത്തെ സൈഡിൽ ആരും ഇല്ലല്ലോ.
മൈസൂർ എത്തി. മൈസൂർ ടൗണിൽ ഇന്ന് റഷീദിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ്. ആരാണ് റഷീദ്? എന്റെ കാരണവരെ വൈഫിന്റെ അനിയത്തി. തീർച്ചയായും അവരുടെ വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ എത്തണി കുറച്ചും കൂടി ദൂരം പോയണ്ട്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ലേറ്റ് ആകുന്നതുകൊണ്ട് ഇപ്പം തന്നെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വ്യൂസ് നമുക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റില്ല. യാത്രയുടെ കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ അല്ല, ഇളകുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയി. കുറെ ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വന്നു. ഫസ്റ്റ് ഡേന്റെ കുറച്ച് എന്താ പറയാ ഇതൊക്കെ കുറവുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുക. നാളെ നല്ല അടിപൊളി വീഡിയോ നമ്മൾ വരും അല്ലേ മച്ചാനെ? അപ്പോൾ നാളെ കാണുന്നവര് എല്ലാവർക്കും ബൈ. അടിപൊളി വീഡിയോ നാളെ കാണാം അല്ലേ? അപ്പോൾ ബൈ ബൈ.